ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസിൽ കണ്ടുവരുന്നത് ഈ ഒരു ഫേസ് ആപ്പ് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ് അപ്പം നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനുള്ളൊരു കൗതുകത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഡിഫറൻസിൽ നമ്മൾക്ക് ഫേസിൽ വരുന്ന ഡിഫറൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാനുള്ളൊരു കൗതുകത്തിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഈ ആപ്പ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. പലരും ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആപ്പിൻ്റെ ഒരു ദൂഷ്യഫലമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പ് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ചവർക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഈ ആപ്പ് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ആപ്പിലേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോ തന്നെയാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പെർമിഷനോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷനോ ഒന്നും ഈ ആപ്പ് ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മാത്രമാണോ ഈ ആപ്പ് എടുക്കുന്നത് എന്നുള്ളത്? നിങ്ങളുടെ ഗാലറിയിലുള്ള നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഈ ആപ്പ് ഇതിൻ്റെ സെർവറിലേക്ക് ഒരു പക്ഷേ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഇതിൻ്റെ സെർവറിലേക്കും കൂടി, അതിൻ്റെ ഒരു കോപ്പി ഇതിൻ്റെ സെർവറിലേക്കും കൂടി ആഡ് ആവുന്നുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഈ സെർവർ ഉപയോഗിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മേ ബി ഈ സെർവർ ഒരു ഹാക്ക് ചെയ്ത് അതിലെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലും ആ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള ആപ്പുകൾ, ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞാണ്, ഈ ക്യാൻഡി ക്യാം അതുപോലെ തന്നെ B612 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകൾ, ഒരുപാട് ആപ്പുകളുണ്ട് ഇതുപോലുള്ള ഫോട്ടോ എടുക്കാനും നമ്മുടെ മുഖത്തുള്ള സൗന്ദര്യം കൂട്ടാനും കുറയ്ക്കാനും. അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇതുപോലെ ക്യാമറ ആപ്പുകളും ഇതുപോലെ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളും അവൈലബിൾ ആണ് ഇന്ന് പ്ലേ സ്റ്റോറിൽ. പക്ഷേ ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഫോണിലേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫോട്ടോസ് നിങ്ങളുടെ ഫോണിൽ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ആ ആപ്പ് ഉണ്ടാക്കിയ ഡെവലപ്പേഴ്സിൻ്റെ സെർവറിലേക്കും കൂടി ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഭാവിയിൽ ആ സെർവർ ഒരു ഹാക്കറോ മറ്റോ ഹാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിലുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഒപ്പം ആ ഫോട്ടോസ് പല രീതിയിലും മിസ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇത്തരം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ എഡിറ്റ് ചെയ്യുന്ന ആപ്പുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് നിങ്ങളുടെ ഫോണിൽ മാത്രമല്ല, അത് അവരുടെ സെർവറിലേക്കും കൂടി ആഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അപ്ലോഡ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.